തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങളുടെ പ്രധാന ആകർഷണമെന്ന് പറയുന്നത് അത് വേളിമല കുമാരസ്വാമിയും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട അശ്വവാഹനവും തന്നെയാണ്. ഈ വെള്ളിക്കുതിരയും ഭഗവാൻ വേളിമല കുമാരസ്വാമിയെയും കാണാനായിട്ട് അവിടുത്തെ വേളിമലയിൽ നിന്നുള്ള എഴുന്നള്ളത്ത് മുതൽ തന്നെ ജനം തടിച്ചുകൂടി നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. എന്നാൽ പക്ഷേ വേളിമലയിൽ നിന്നും ഭഗവാൻ കുമാരസ്വാമി യാത്ര തിരിക്കുന്നത് പല്ലക്കിലാണ്. ഭഗവാൻ പല്ലക്കിൽ യാത്ര തിരിക്കുമ്പോൾ അതിനു മുന്നേ ഏകദേശം ഒരുപാട് മുന്നേ തന്നെ ഭഗവാന്റെ ഈ അശ്വവാഹനത്തെ വെള്ളിക്കുതിരയെ മൂടാവി കൊണ്ട് പൊതിഞ്ഞ് കൊണ്ടുപോകുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഇത് ഭഗവാന്റെ വരവറിയിച്ചുകൊണ്ടാണ് എന്നും പറയപ്പെടുന്നുണ്ട്. തിരിച്ച് ഭഗവാൻ എഴുന്നള്ളി വന്ന് തിരുവനന്തപുരത്തേക്ക് എഴുന്നള്ളി കരമനയിലെ ശ്രീ സത്യവാഗീശ്വര സ്വാമി ക്ഷേത്രത്തിൽ എത്തുമ്പോൾ മാത്രമേ വേളിമല കുമാരസ്വാമിയെ വെള്ളിക്കുതിരമേലേറ്റുകയും അവിടെ നിന്ന് സർവാലങ്കാര വിഭൂഷിതനായി സർവ്വവിധ അലങ്കാരങ്ങളോടും ഒരുപാട് പുഷ്പങ്ങളും ഒരുപാട് ഫലവർഗ്ഗങ്ങളോടും കൂടി എന്താ പറയേണ്ടത്, ഒരുപക്ഷെ തിരുവനന്തപുരത്തിൻ്റെ ഈ നവരാത്രി ആഘോഷങ്ങളുടെ ഏറ്റവും നയനാഭിരാമമായ കാഴ്ചകളിലൊന്നാണ് ആ വേളിമല കുമാരസ്വാമിയുടെ വെള്ളിക്കുതിരമേലുള്ള എഴുന്നള്ളത്ത്. ഇങ്ങനെ എഴുന്നള്ളി വരുന്ന വെള്ളിക്കുതിരയ്ക്കും ഒരുപാട് പ്രത്യേകതകളുണ്ട്. തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ശ്രീ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ ദിവാനായിരുന്ന ദളവയായിരുന്ന വേലുത്തമ്പി ദളവയാണ്, ഒരുപക്ഷെ തിരുവിതാംകൂർ കണ്ടിട്ടുള്ളവ വെച്ച് ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള വേലുത്തമ്പി ദളവയാണ് തൻ്റെ ഇഷ്ടദേവനായിട്ടുള്ള വേളിമല കുമാരസ്വാമിക്ക് ഈ വെള്ളിക്കുതിരയെ നിർമ്മിച്ച് സമർപ്പിച്ചത്. ഒരുപാട് കൊത്തുപണികളോടും ഒരുപാട് അലങ്കാര പണികളോടും കൂടിയതാണ് ഈ വെള്ളിക്കുതിര എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പൂർണ്ണമായും തടിയിൽ നിർമ്മിച്ചിരിക്കുന്നതാണ് ഈ അശ്വവാഹനം. അതിൻ്റെ പുറത്ത് വെള്ളി കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നതാണ് എന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ വെള്ളിക്കുതിരയുടെ നെറ്റിയിൽ ഒരു ചുമന്ന നിറത്തോടു കൂടിയ രത്നവും കാണാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല ഭഗവാനെ വേളിമല കുമാരസ്വാമിയെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പ്രത്യേക സ്ഥാനവും ഒരുക്കിയിട്ടുണ്ട്. ഇതിൽ വെച്ച് കെട്ടി അലങ്കരിച്ചാണ് ഭഗവാനെ എഴുന്നള്ളിക്കുന്നത്. ഈ വെള്ളിക്കുതിരയുടെ രണ്ട് വശങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു വശത്ത് നന്ദികേശൻ്റെ പുറത്തിരിക്കുന്ന പാർവതീ സമേതനായിട്ടുള്ള ശ്രീ പരമേശ്വരനെയും മറുവശത്തായിട്ട് ഗണപതിയോടും വള്ളീദേവിയോടും കൂടി നിൽക്കുന്ന കുമാരസ്വാമിയുടെയും ചിത്രങ്ങളും കൊത്തിവെച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇങ്ങനെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തി കരമനയിൽ നിന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തി രാജകുടുംബത്തിൻ്റെ വലിയ കാണിക്കയും ദീപാരാധനയും ഏറ്റുവാങ്ങിക്കൊണ്ട് അവിടെ നിന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനെ ഒരു പ്രദക്ഷിണം വെച്ച് ആര്യശാല ഭഗവതി ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നു. തിരിച്ച് ദശമി ദിവസം വിജയദശമി ദിവസമാണ് ഭഗവാൻ വേളിമല കുമാരസ്വാമി ചരിത്രപ്രസിദ്ധമായിട്ടുള്ള പൂജപ്പര പള്ളിവേട്ടയ്ക്ക് വേണ്ടി പുറപ്പെടുന്നത്. ദശമി ദിവസത്തെ പള്ളിവേട്ടയ്ക്ക് ശേഷം ഭഗവാൻ തിരിച്ച് വെള്ളിക്കുതിരമേലേറി തിരിച്ച് കിള്ളിപ്പാലം വഴി 300 അമ്മനോട് കൂടി പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തി അവസാനമായി രാജകുടുംബാംഗങ്ങളെ സന്ദർശിച്ച് കാണിക്കുകയും ദീപാരാധനയും ഏറ്റുവാങ്ങിക്കൊണ്ട് ചെന്തിട്ടയിലും ആര്യശാലയിലേക്ക് മടങ്ങുന്നുണ്ട്. പിന്നീട് ഒരു ദിവസത്തെ നല്ലിരിപ്പിന് ശേഷമാണ് മൂവരും തിരിച്ച് തങ്ങളുടെ നാഞ്ചിനാട്ടിലെ മാതൃക്ഷേത്രങ്ങളിലേക്ക് മടങ്ങുന്നത്. ഇതിൽ എല്ലാവരും വന്നതുപോലെ തന്നെ ഭഗവാൻ വേളിമല കുമാരസ്വാമി പല്ലക്കിലാണ് പുറപ്പെടുന്നത്, വെള്ളിക്കുതിരയിലല്ല. വെള്ളിക്കുതിരയെ ആദ്യം എങ്ങനെയാണോ കൊണ്ടുവന്നത് അതുപോലെ മൂടാവി കൊണ്ട് പൊതിഞ്ഞ് ആദ്യമേ തന്നെ കൊണ്ടുപോകും. തിരിച്ച് മൂവരും കിള്ളിപ്പാലത്തെത്തുകയും കിള്ളിപ്പാലത്തു നിന്നും തേവാരക്കെട്ട് സരസ്വതീ ദേവിയും അവിടുത്തെ 300 അമ്മനും കുമാരസ്വാമിയും അവിടുത്തെ കേരള സർക്കാരിൻ്റെ സർവ്വ ബഹുമതികളും സ്വീകരിച്ചുകൊണ്ട് ആരതികളും മറ്റ് പൂമാലങ്ങളും സർവ്വ ഗാർഡ് ഓഫ് ഓണറും എല്ലാം സ്വീകരിച്ചുകൊണ്ട് തിരിച്ച് തങ്ങളുടെ മാതൃക്ഷേത്രങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നു. നവരാത്രി ആഘോഷത്തിൻ്റെ ഈ വേളിമല കുമാരസ്വാമിക്കും വെള്ളിക്കുതിരയ്ക്കും വേണ്ടി ഇവിടെ ഒരു പ്രത്യേക ഫാൻ ബേസ് തന്നെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്.